ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. ഡിസംബർ മാസം 1 തീയതി മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ നടത്തുകയും കർത്താവിൻ്റെ ജനനത്തിന് നമ്മൾ കൂടുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ. ഭൗതികമായ ഒരുക്കങ്ങളെക്കാൾ കൂടുതലായി ആത്മീയമായ ഒരുക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട വലിയൊരു പുണ്യത്തെക്കുറിച്ചും ഒഴിവാക്കേണ്ട വലിയൊരു തിന്മയെക്കുറിച്ചുമാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയതിനു ശേഷം ഈ വിവരം മറ്റുള്ളവരറിഞ്ഞപ്പോൾ, വന്ധ്യയായ എലീശ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ അയൽവക്കക്കാരും ബന്ധുക്കളും അവർ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 58-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ്: കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട വലിയൊരു പുണ്യം, മറ്റുള്ളവരുടെ നന്മയെ പ്രതി, മറ്റുള്ളവർക്ക് ലഭ്യമാക്കപ്പെട്ട ദൈവകാരുണ്യത്തെ പ്രതി സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വലിയ തിന്മകൾക്ക്, ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ തിന്മകൾക്ക് കാരണം മറ്റുള്ളവരുടെ നന്മയെ പ്രതി മനുഷ്യന് സന്തോഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ കൊലപാതകം നടത്തിയത് കായേനാണ്, തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആബേലിനെ. അവിടെ ഈ ആബേൽ കൊല്ലപ്പെടാനുള്ള കാരണം കായേന് ആബേലിൽ അസൂയ ഉണ്ടായി എന്നുള്ളതാണല്ലോ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അസൂയ പലപ്പോഴും വലിയ തിന്മകൾക്ക് കാരണമായിട്ട് തീരും, വലിയ തിന്മകളുടെ ഉറവിടമായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് അസൂയയില്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ നന്മയെ പ്രതി സന്തോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 5 വരെ തിരുവചനം ഇങ്ങനെയാണ്: ആബേലിൽ ദൈവം പ്രസാദിച്ചത് കായേന് സ്വീകരിക്കാൻ പറ്റിയില്ല. ആബേലിൽ ദൈവം പ്രസാദിച്ചത് കായേന് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ നമ്മൾ കാണുന്ന വലിയ കാര്യമാണ്. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തെ കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിച്ചു, അവൻ്റെ മുഖം കറുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ, പൂർവ്വപിതാവായ ജോസഫ് അവിടെ ഈജിപ്തിൽ ഫറവോയ്ക്ക് വിൽക്കപ്പെടാൻ കാരണമായത്, അല്ലെങ്കിൽ അതിനുശേഷം അവനുണ്ടായ അറബികൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണം തൻ്റെ സഹോദരന്മാർക്ക് അവനിൽ അസംതൃപ്തി തോന്നി, അല്ലെങ്കിൽ നന്മ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, അത് മുമ്പോട്ട് നയിക്കപ്പെടുമ്പോൾ നമുക്ക് വളർത്തിയെടുക്കേണ്ട വലിയ പുണ്യമാണ് മറ്റുള്ളവരെ നന്മയെ പ്രതി ദൈവത്തിൽ സന്തോഷിക്കുക, അവരോടൊപ്പം സന്തോഷിക്കുക. ഒപ്പം തന്നെ മറ്റുള്ളവരിൽ ഏതെങ്കിലും തരത്തിൽ അസൂയ ഉണ്ടാകാതെ കൂടുതൽ വിശുദ്ധിയോടെ നമുക്ക് കാണാൻ കർത്താവ് പ്രസാദിക്കുന്നത് ഈ അസൂയയില്ലാത്ത, മറ്റുള്ളവരിൽ സന്തോഷം കാണുന്ന ഒരു മനോഭാവമുള്ളവരെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ പുണ്യദിനങ്ങളിൽ നമ്മളിലുണ്ടാകുന്ന അസൂയ എന്ന വലിയ തിന്മയെ നമുക്ക് ഉപേക്ഷിക്കാം. മറ്റുള്ളവരുടെ നന്മയെ പ്രതി, ദൈവകാരുണ്യത്തെ പ്രതി നമുക്ക് അവരോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടട്ടെ. കൂടുതൽ തീക്ഷ്ണതയുള്ള വ്യക്തികളായി, കൂടുതൽ ദൈവശുശ്രൂഷകരായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം. ദൈവം ഓരോരുത്തരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.